എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമില്ലേ? മഴ കണ്ടോ? അങ്ങനെ വെള്ളമഴയോട് മഴ. അപ്പോൾ എല്ലാവരും ലക്കിടി പുഴയാണ് സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പം എന്നാൽ ശരി, കുഞ്ഞു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. മഴയോട് മഴ, കുറച്ച് മഴ കുറവുണ്ട്. ഇപ്പം സമയം 5 മണി, വൈകിട്ട് 5 മണി കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കേ, സ്റ്റാറ്റസ് എടുത്ത അപ്പോൾ ലക്കിടിപ്പുഴ. അപ്പോൾ നമ്മൾ പോയി നോക്കിയില്ലെങ്കിൽ വളരെ മോശമല്ലേ ഗൈസ്? എല്ലാവരും ശ്രദ്ധിക്കുക. വെള്ളപ്പൊക്കം, പിന്നെ മഴ, എല്ലാവരുടെയും ഓരോരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക, പുറത്ത് പോകാനൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, എന്തായാലും എന്നോട് ഒരുപാട് പേര് പറഞ്ഞ് ഈ വീഡിയോ ഒക്കെ എടുക്കാൻ പോകണം, ശ്രദ്ധിക്കണം, മഴയാണെന്ന് ഒരുപാട് പേര് പറഞ്ഞിക്ക്. അത് ഭയങ്കര സന്തോഷമായി കേട്ടപ്പോൾ. നമ്മളെ വെള്ളപ്പൊക്കവും മഴയും കാടും മലയൊക്കെ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ അവരെന്നെ ആലോചിക്കുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാ, സന്തോഷം. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക, പരമാവധി യാത്രകളൊക്കെ ഒഴിവാക്കുക. ഓക്കെ, മനസ്സിലൊന്നും എടുക്കല്ലേ പറയുന്നു ഗൈസ്. എടുക്കില്ല പോലെ വണ്ടി ലക്കിടിപ്പുഴയ്ക്ക് പോവാണ് ഗൈസ്. ലക്കിടിപ്പുഴയ്ക്ക് പോവാണ് ഗൈസ്. കാഴ്ച കാണിച്ചത് കേട്ടോ. എന്താ രണ്ടാളും ഹെൽമെറ്റ് ഇടാത്തതെന്ന് വിചാരിക്കരുത് കേട്ടോ. അതായത് അൻസിലെ മോൻ്റെയും എൻ്റെയും ഹെൽമെറ്റ് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. വീഡിയോ എടുക്കുക കാരണം കൊണ്ട് ഞാൻ ഹെൽമെറ്റ് ഊരി വെച്ചതാണ്. പിന്നെ ഞങ്ങളുടെ ലക്കിടി ഗൈസ്. വീണ്ടും നമ്മൾ അടവിൽ പെട്ടേക്കണു. ഫ്രണ്ട് കയറ്റി നമ്മളെന്നും വരുന്ന പോലെ വീണ്ടും നമ്മൾ അടവിൽ പെട്ടു ഗൈസ്. അതെന്നും പതിവാ. ഓഫാക്കി ആംബുലൻസ്. അപ്പോൾ കുറച്ച് മഴ കുറവുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വന്നാൽ ലക്കിടിപ്പുഴ വീഡിയോ എടുക്കാൻ. എങ്ങനെയുണ്ട് നോക്കൂ, നിറഞ്ഞ് കവിഞ്ഞ് പോവാണ്, നിറഞ്ഞ് കവിഞ്ഞിട്ട്. ലക്കിടിപ്പുഴ കണ്ടു ഗൈസ്, ലക്കിടിപ്പുഴ കണ്ടു, നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയ നമ്മുടെ മഴക്കാലമായത്. ഇന്ന് ഓഗസ്റ്റ് 2 കേട്ടോ. ഓഗസ്റ്റ് 2-ത്തേനിത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ട് നമ്മൾ ലക്കിടിപ്പുഴയ്ക്ക് എത്തി ഗൈസ്. ഇതെന്താ ഇവിടെയൊക്കെ ക്ലോസ് ചെയ്തിരിക്കണു ഗൈസ്. നമ്മൾ പക്ഷേ ഇപ്പുറത്ത് കൂടെ പോവും. ലക്കിടിപ്പുഴ എന്താ ഒരു ഭംഗി. നിങ്ങളങ്ങനെ കാണണ്ട, നിങ്ങൾ തൊടി കണ്ടാവും. ഞാൻ അവിടെ എത്തട്ടെ കേട്ടോ. ഓക്കെ, ഒരാളിവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊരു ഭംഗിയാണ്. മനസ്സിൽ പറയാം ഓവറാക്കല്ലേന്ന്. നിങ്ങൾ കണ്ടോക്കി നോക്ക് കേട്ടോ, ഓവറാണോ അല്ലേ എന്നുള്ളത്. നന്നായി ശ്രദ്ധിച്ച് വരിക. വഴുക്കലാണ് കേട്ടോ. ഇതാ കണ്ടോ, എന്താ ഒരു വഴുക്കൽ നോക്കൂ ഗൈസ്. നമ്മളെ ലക്കിടിപ്പുഴ നോക്കൂ, എന്തൊരു ഭംഗി നോക്കൂ. കലങ്ങി മറിഞ്ഞിരിക്കണു കേട്ടോ. ഭയങ്കരമായിട്ട് കലക്ക വെള്ളം ഇരിക്കുന്നു കേട്ടാ. അനുസരിച്ച് പോയി എന്നെ കൂട്ടാതെ, ചെറുക്കൻ എന്നെ കൂട്ടാതെ പോയി ഗൈസ്.
എൻ്റെ മകളാണെങ്കിൽ എൻ്റെ കൈ പിടിച്ച് കയറ്റും. എന്താണ് മക്കളെ, നമ്മളാ സ്റ്റെപ്പൊക്കെ കയറി ഇങ്ങോട്ട് വന്നു. ഇത് നോക്കി നോക്ക്. അല്ലാ മീനെങ്ങാനും ഞാൻ മീനാൽ എനിക്ക് വിഷമം ഉണ്ടാവില്ല. നോക്കി നോക്ക്, എന്തൊരു വെള്ളമാണ് എൻ്റെ അസിമോളെ. നിനക്കിത് കാണാനുള്ള യോഗമല്ല അസിനെ, നീ അവിടെ പോയി പെട്ടില്ലേ? നോക്കി നോക്ക്. എല്ലാവരും ഒന്ന് ലക്കിടിപ്പുഴ വന്ന് സന്ദർശിച്ചോളൂ കേട്ടോ, അത്രയും ഭംഗി. എന്താണ് ഇങ്ങനെ വെള്ളം കൂടിയിരിക്കുന്നത്? അടിപൊളി. മീൻ അങ്ങോട്ട് അങ്ങോട്ട് പോകും. ഇതിനിവിടെ മീൻ പിടിക്കുന്നുണ്ട് ഗൈസ്. മീനൊക്കെ കിട്ടിയെന്നാണ് പറഞ്ഞത്. കുറച്ച് മഴ കുറഞ്ഞപ്പോൾ വന്നാണ്. ഇത്ര നേരം നല്ല മഴ, ചമ്മാതിരി മഴയായിരുന്നു. വെള്ളം ഇനി അടുത്ത മഴ വരുമ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് മെല്ലെ പോട്ടെ. ഇതാ തേങ്ങ, ഇതാ തേങ്ങ. മീനോ ഈ അൻസിലിപ്പോൾ അവിടെ ഓടി. കയറി 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 വഴക്കരാ. ആ കാലക്കെടുന്ന് എവിടെയെങ്കിലും പോയി വീണാൽ കൊയ്യ ആകുള്ളത് ഒരെണ്ണാണ്. നടക്ക് 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 ഗായ്സ്, ഇറങ്ങണം ഗായ്സ്. നല്ല ഭംഗിയില്ല കാണാൻ. ഇതിൻ്റെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ഇട്ടു കേട്ടോ. ഓക്കെ, ഇത് രസമാണെന്ന് പറയാം. മഴ ഇങ്ങനെ നനഞ്ഞാൽ എല്ലാം ആ പൂവും കാണാൻ ഒരു ഭംഗിന്ന് അറിയോ. ഓ എൻ്റെ മകൻ എന്താ ശ്രദ്ധ ഇറങ്ങേണ്ട വഴുക്കലുണ്ടെന്ന്. പഠിച്ചവന് ഇന്നും ഇങ്ങനെ കെട്ടിക്കിട്ടിയാൽ മതി. ഈ ഒരു കുഞ്ഞ തരത്തിലാണെങ്കിലും നമ്മളെ മക്കൾ സ്നേഹിക്കാറുമ്പോൾ നമുക്ക് അതൊക്കെ ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് സന്തോഷമായിട്ട് എല്ലാവരും എനിക്കറിയില്ല. അങ്ങോട്ട് പോകേണ്ട വഴുക്കലുണ്ട്. എന്താ ചെയ്യുക, ഇതുപോലെ ഒരു ഉമ്മാനെ അത് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് മെയിനായിട്ട്. ഗായ്സ് ബൈ. മനസ്സിലെ ക്ഷമൊക്കെ നശിച്ചു. ദേഷ്യം തലയൊക്കെ മാന്ത്രം നിന്നിട്ട് വരാൻ പറഞ്ഞിട്ട്. പഴയ കാലത്ത് അതിനെന്താ പേര് പറയുക അറിയില്ല ഗൈസ്, മറന്നു പോയിട്ട് വരും. പെയ്തു ഗൈസ്, കടമുഴങ്ങി വീണിരിക്കണു ഗൈസ്. കണ്ടോ വീണേക്കണ്. നോക്കി നോക്ക്. അങ്ങനെ ഷംന ഇൻസ്റ്റയിൽ വൈറലായത് ഇവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടാണ് ഗൈസ്. ഇവിടെ എത്തി എപ്പോഴും നല്ല ഓർമ്മയിരിക്കും. കണ്ടോ കിണറൊന്നും കാണാനേ ഇല്ല, വെള്ളം നിറഞ്ഞിട്ട്. അവിടെ നിന്ന് എടുത്ത്, പക്ഷെ ഇവിടെ നിന്ന് നമ്മളെടുത്തില്ലല്ലോ. എന്ത് ഭംഗിയല്ലേ, നല്ല ഫിൽറ്ററൊക്കെ എടുക്കാണ്ടല്ലോ. ഗേറ്റ് പൊള്ളിയ. ഓ അയ്യോ
ഇതാണ് ഗൈസ് ഷംന ലക്കിടിൻ്റെ വീഡിയോ. ഓക്കെ.